മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കാനായിട്ട് പോവാണ്. അതിനകത്ത് ആദ്യം നമ്മൾ നോക്കി ഇനി എല്ലാവരും ബാഗില് 9 വൈറ്റ് ബാളും ഒരു ബ്ലാക്ക് ബാളും ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഞാനൊരു ബാൾ എടുക്കുകയാണെങ്കിൽ വൈറ്റ് ബാൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് പ്രോബബിലിറ്റി എന്നാ പറയുന്നത്, സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വൈറ്റ് ബാൾ എത്രയുണ്ട്? 9 ബൈ ഇതിനകത്തുള്ള ടോട്ടൽ എണ്ണം 9 + 1 എത്രയുണ്ട്? 10. ഇതാണ് എഴുതുന്നത്. ഇങ്ങനെ വേണം എഴുതാൻ. കണ്ടോ, 9 എന്ന് എഴുതി വെച്ചാൽ ആൻസർ തെറ്റാണ്. 9/10 9/10 എന്ന് എഴുതും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബാൾ കിട്ടാനുള്ളത് 1/10. സിമ്പിൾ അല്ലേ? അടുത്ത നോക്കിയേ, വേറൊരു ബാൾ 8 വൈറ്റും ഉണ്ട്, 2 ബ്ലാക്കും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അത് എഴുതണം കേട്ടാ. ഞാനിപ്പോ ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബാൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെങ്കിൽ 8/10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കിട്ടാനുള്ളത് പഠിച്ചില്ലേ? പക്ഷെ ഇങ്ങനെ എഴുതിയിടുമ്പോ ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യണം? കുറക്കണം, ഷോർട്ട് ആക്കണം. എങ്ങനെ ഷോർട്ട് ആക്കുന്നേ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. ആരുണ്ട്? 2 കൊണ്ട് കട്ട് ചെയ്തൂടെ അല്ലേ? അപ്പൊ എന്ത് കിട്ടും ആൻസർ? 4/5 കിട്ടത്തില്ലേ? 4/5 കിട്ടത്തില്ലേ? ഇനി ഇതിനെ കുറച്ചാലോ? 1/5. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിനകത്ത് നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ചാൻസ് ഏതാണ്? ഈ ബാഗിൽ നിന്ന് എടുക്കാൻ ചാൻസ് കൂടുതൽ ഏതാണ്? എന്താ കാര്യം? ഇതിനകത്ത് എത്ര ഉണ്ട്? 4 ഉണ്ട്. ഇതെടുക്കാൻ കിട്ടാനുള്ള ചാൻസ് എത്രയേ ഉള്ളൂ? 5 ബാൾ എടുത്താൽ 4 ബാളും കിട്ടാൻ ചാൻസ് ഏതുണ്ട്? വൈറ്റ് ഉണ്ട്. ഇവിടെ 5 ബാൾ എടുത്താൽ ചാൻസ് എത്രയേ ഉള്ളൂ? അപ്പൊ ഏറ്റവും കൂടുതൽ ചാൻസ് ആർക്കാണ്? വൈറ്റിനാണ്. ആരേക്കാളും? ബ്ലാക്കിന്. കാരണം വൈറ്റിന്റെയും 4/5 ആണ്, 1/5 ആണ്. ഇതിൽ വലുതാരാണ്? 4/5. അതാരാണ്? വൈറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രേറ്റർ ആയിട്ട് ചാൻസിൽ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. ഇവിടെ 5 ഇവിടെ 5. ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്താകണം? ഈക്വല് ആക്കി എടുക്കണം. അതറിയാലോ ഈക്വൽ ആകണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയേ 4/5 1/5. 5 ഇവിടെ 4 1 5 ഇവിടെ 1 കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെടുക്കണം? ടോട്ടൽ എടുക്കണം. കണ്ടോ, ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ എടുത്തിട്ട് അത് ഡിവിഷൻ ചെയ്ത് കൊടുക്കണം. 2 ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് വേണം എഴുതാൻ, എങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് എടുക്കാൻ പറയാം, ഇതിൽ നിന്ന് എടുക്കാൻ പറയാം. അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോമിലോട്ട് മാറ്റുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. എപ്പോഴും ഷോർട്ട് ഫോം എടുക്കുക. ഇത് രണ്ടും ഫസ്റ്റ് ഫേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് രണ്ടുമാണ്. സെറ്റല്ലേ? A box contains 6 black and 4 white bars. ഒരു ബോക്സിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 6 ബ്ലാക്കും 4 വൈറ്റും ഉണ്ട്. ഇപ്പൊ ball is picked from it. ഒരു ബാൾ അതിനകത്ത് എടുത്താൽ what is the probability that is black? ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ്. and the probability that is white? വൈറ്റ് കിട്ടാനുള്ള ചാൻസ്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഉണ്ട്? ടോട്ടൽ ബ്ലാക്ക് ബാൾ എത്രയുണ്ട്? 6. അതേപോലെ തന്നെ ടോട്ടൽ വൈറ്റ് ബാൾ അത് എത്രയുണ്ട്? 4. ഇത് രണ്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബാളും ബ്ലാക്ക് ബാളും കൂടി ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ എത്ര വരും? 6 + 4 10 വരും. കണ്ടോ? ഇനി
പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബാൾ, വൈറ്റ് ബാൾ കിട്ടാനുള്ള ചാൻസ്, വൈറ്റ് ബാൾ എത്രയാണ് ഇവിടെ 4. അപ്പൊ 4 ബൈ ടോട്ടൽ എത്രയുണ്ട്, രണ്ടും കൂടി കൂട്ടുമ്പോ 10. അപ്പൊ 4 ബൈ 10 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. എത്ര പ്രാവശ്യം, 2 ബൈ 5. കണ്ടോ? ഇനി ബ്ലാക്ക് ബാൾ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, 4. 4അല്ലല്ലോ, 6. ബ്ലാക്ക് 6. അത് ടോട്ടൽ എത്രയാ, 10. അതെത്ര പ്രാവശ്യം കട്ട് ചെയ്യാം, 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ 3 ബൈ 5 ഇത്രേ ഉള്ളൂ. അപ്പം വൈറ്റ് എത്ര കിട്ടി, 2 ബൈ 5 കിട്ടി. ബ്ലാക്ക് എത്ര കിട്ടി, 3 ബൈ 5 കിട്ടി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത് ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ബാൾ ആൻഡ് 7 ഗ്രീൻ ബാൾ. ഒരു ബാഗിനകത്ത് 3 റെഡും 7 ഗ്രീനും ഉണ്ട്. അനദർ കണ്ടെയ്ൻ 8 റെഡ് ആൻഡ് 7 ഗ്രീൻ. വേറൊന്നും അതിനകത്ത് 8 റെഡും 7 ഗ്രീനുമാണ് ഉള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇഫ് എ ബാൾ ഈസ് ഡ്രോൺ ഫ്രം ദിസ് ഫസ്റ്റ് ബാഗ്, ഫസ്റ്റ് ബാഗിൽ നിന്ന് ബാൾ എടുത്താൽ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇസ് റെഡ്, റെഡ് കിട്ടാനുള്ള ചാൻസ്. അപ്പൊ നമ്മൾ അതിനെ എഴുതാം, പ്രോബിലിറ്റി ഓഫ് എഴുതണം കേട്ടോ, എന്നാലേ മാർക്ക് കിട്ടുവേ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്ന് തന്നെ എഴുതണം. ഫസ്റ്റ് ബാഗ്, ഫസ്റ്റ് ബാഗ്, ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര, റെഡ് ഉള്ളത് 3 ആണ്. ടോട്ടൽ എത്രയുണ്ട്, 3 + 7 10. അപ്പോ ഡെഫിനറ്റ്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ സെക്കൻഡ് ബാഗ്. അപ്പൊ എഴുതാ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഇൻ സെക്കൻഡ് ബാഗ്. സെക്കൻഡ് ബാഗിനകത്ത് എത്ര ഉണ്ട്, 8 ആണ്. അപ്പൊ 8 ബൈ അതിന്റെ ടോട്ടൽ എത്രയുണ്ട്, 8 ബൈ 7 50. 8 ബൈ 50. കണ്ടോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് the balls in both bags are put together in a single bag. The ball is drawn from this. What is the probability of that is red? ഈ 2 ബാഗിലും ഉള്ളതിനെ മക്കളെ, ഈ 2 ബാഗിലും ഉള്ളതിനെ ഒരൊറ്റ ബാഗിലോട്ട് മാറ്റി. അപ്പൊ ഒരു ഒറ്റ ബാഗ്, ഇതിനകത്ത് എത്ര ഉണ്ട്, 3 റെഡും 8 റെഡ്. ഇതിനകത്തോ 7ഉം 7ഉം 8. അപ്പൊ റെഡ് എത്ര ഉണ്ട്, 8 3 11. ഗ്രീൻ എത്രയുണ്ട്, 14. കണ്ട ടോട്ടൽ അപ്പൊ എത്രയുണ്ട്, 14 + 11 25 എണ്ണമാണ്. കണ്ടോ? ഈ 2 കൂടി ഒരൊറ്റ ബാഗിലോട്ട് മാറ്റി. കണ്ടോ? അപ്പൊ റെഡിന്റെ, ഇനി അതിനകത്തുള്ള റെഡിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതും നമ്മള്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബാർ. എത്രയാണ് റെഡ് ബാൾ അതിനകത്ത്, 11. 11 ബൈ ടോട്ടൽ എത്രയാണ്, 25. 11 ബൈ 25. ഇത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? കണ്ടേ 3 റെഡ് ബേസ് ആൻഡ് 7 ഗ്രീൻ ബേസ്. നോക്കാം, ഒരു ബാഗിനകത്ത് 3 റെഡ് ബീഡ്സും ഉണ്ട്, 7 ഗ്രീൻ ബേസും ഉണ്ട്. Another bag contains 1 more each. ശ്രദ്ധിച്ചോളൂ, ഒരു ബാഗിനകത്ത് 3 റെഡും 7 ഗ്രീനും ബെഡ്സുകളും ഉണ്ട്. അടുത്തതില് എന്താ ക്വസ്റ്റ്യൻ, ഒരെണ്ണം കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും, 4 റെഡും 8 ഗ്രീനും. സിമ്പിൾ, കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞു. ഇനിയുള്ളൂ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം വിച്ച് ബാഗ് ഇസ് ഗ്രേറ്റർ നമ്പർ. ഇനി ഇതിൽ നിന്ന് ഏതിലായിരിക്കും ഗ്രേറ്റർ നമ്പർ, ഏത് കിട്ടുന്നത്, ബാഗ് ഗ്രേറ്റർ റെഡ്, റെഡ് കിട്ടുന്നത് ഏതിൽ നിന്നായിരിക്കും. അപ്പൊ നമ്മൾ നോക്കിയേ, ആദ്യത്തെ ബാഗിന്റെ നമ്മൾ എടുക്കുന്നു. ഇവിടെ ആദ്യം എത്ര ഉണ്ട് ടോട്ടല്, ഫസ്റ്റ് ബാഗിലെ ടോട്ടൽ, ഫസ്റ്റ് ബാഗിലെ റെഡ് എത്രയുണ്ട്, ഫസ്റ്റ് ബാഗില് റെഡ് 3, ഗ്രീനോ 7, ടോട്ടൽ 10. 7 + 3 10. ക്ലിയർ അല്ലേ?
ഇനി അതിൽ നമ്മൾ പ്രോബിലിറ്റി എടുക്കുകയാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്സ് എത്രയാണ്? 3/10. റെഡിന്റെ എടുത്താൽ മതിയല്ലോ. ക്ലിയർ? ഇനി ഇൻ ഫസ്റ്റ് ബാഗ്. ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഇൻ സെക്കൻഡ് ബാഗ്. സെക്കൻഡ് ബാഗിൽ എത്രയാണ്? 4. അതിന്റെ ടോട്ടൽ എത്രയാ? ഇവിടെ എത്രയാണ്? 10. ഇവിടെ എത്രയാണ്? 12 ആണ് ടോട്ടൽ. അപ്പൊ എത്ര വരും? 12. അത് ഇതേപോലെ എഴുതി വെക്കാം. റെഡ് എത്രയുണ്ട്? 4 ഉണ്ട്. ഗ്രീൻ എത്രയുണ്ട്? 8 ഉണ്ട്. ടോട്ടൽ എത്രയുണ്ട്? 12. ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് അത് വേണമെങ്കിൽ എഴുതും. അപ്പൊ ഫസ്റ്റ് ബാഗിലായി, സെക്കൻഡ് ബാഗില് ഇതിൽ ഏതാണ് കൂടുതലുള്ളതെന്ന് കണ്ടുപിടിക്കാൻ നോക്കി. ഇവിടെ നമുക്ക് പറ്റുമോ? ഇവിടെ 3/10, ഇവിടെ 4/12 എന്നും പറഞ്ഞ് ഇതാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടുത്തെ ഡിനോമിനേറ്റർ ഈക്വൽ അല്ല. നേരത്തെ ഒക്കെ ചെയ്തതിൽ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. ഇവിടെയും 10 ഇവിടെയും 10 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇതാണ് വലുതെന്ന്. മനസ്സിലായോ? പക്ഷെ ഇവിടെ എത്രയാണ് ഡിനോമിനേറ്റർ? 10. ഇവിടെ ഡിനോമിനേറ്റർ എത്രയാണ്? 12. രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് ഇതാണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ന്യൂമറേറ്റർ വലുതാണെന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല. ഡിനോമിനേറ്റർ കൂടി ഈക്വൽ ആണ്. അപ്പൊ അതിന് അടുത്ത പരിപാടി എന്താ? ഈക്വൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 3/10 4/12 ഈക്വൽ ചെയ്യണം. ഇതിനെ സിമ്പിൾ. അതായത് ഇങ്ങനെ നേരെ ഇതിന്റെ എൽസിയം 10ന്റെയും 12ന്റെയും എൽസിയം എടുക്കുക. 10ന്റെയും 12ന്റെയും എൽസിയം എത്രയാണ്? 10ഉം 12ഉം കോമൺ ആയിട്ട് വരുന്നത് എൽസിയം എടുക്കുക. എത്ര ആയിരിക്കും? അത് അറിഞ്ഞിടാത്തതുണ്ടെങ്കിൽ 10 12 സൈഡിലോട്ട് എഴുതുക. 2 കൊണ്ട് ഇതിനെ രണ്ടിനെ എടുക്കുന്നു. 2 ആദ്യം 2ലെ 10 എത്ര പ്രാവശ്യം? 5. 12ഓ? വീണ്ടും 2 കൂടി എടുക്കാൻ പറ്റുന്ന ഏതുണ്ട്? ഇപ്പൊ 2 കൊണ്ട് എടുക്കുന്നു. 2ൽ 5 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 5 താഴെ പോകും. 6 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഇനി 5 3 പ്രൈം നമ്പറിൽ കിടക്കുമല്ലേ? ഇനി ഇതൊന്ന് ഇൻറ്റു ചെയ്തേ. 2 × 2 × 5 × 3. 2 × 2 എത്ര? 4 × 5 20 × 3 60. അപ്പൊ നമ്മളിവിടെ എടുക്കുന്നു എൽസിയം ആയിട്ട് എടുക്കുന്നത് 60. എത്ര എടുക്കുന്നത്? 60. കണ്ടോ? ഇനി 10ൽ എത്ര പ്രാവശ്യം 60 കിട്ടണമെങ്കിൽ ഇൻറ്റു ചെയ്യണം? 6 പ്രാവശ്യം. അതേപോലെ ഇവിടെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? അപ്പൊ 6. ഇവിടെ ഓൾറെഡി 60 ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എത്ര വേണം? 6 × 3 എത്ര വന്നു? 18. 18/60. കണ്ടോ? ഇനി രണ്ടാമത്തേൽ 60 കിട്ടണമെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 12നെ എത്ര കൊണ്ട്? 5 കൊണ്ട്. അപ്പൊ ഇവിടെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട്. അപ്പൊ ഇവിടെ എത്ര വരും? 20/60. അപ്പൊ ഇതിൽ ഏതാണ് വലുത്? ഇതാണോ ഇതാണോ? ഏതാ വലുത്? രണ്ടിലും ഡിനോമിനേറ്റർ ഈക്വൽ അല്ലേ? അപ്പൊ ഏതാ വലുത് വരുന്നത്? 20/60. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? ഇത്രേ ഉള്ളൂ. ഇതൊരു മെത്തേഡ്. അപ്പൊ നമുക്ക് ഏത് വലുത് കിട്ടി? സെക്കൻഡ്. അതായത് ഇതെല്ലാം കൂടി ഇതിന്റെ ഈ സെക്കൻഡ് ബാഗ് ഉണ്ടല്ലോ, ഈ സെക്കൻഡ് ബാഗിനാണ് ഏതെന്ത് വരുന്നത്? വലുത്. അപ്പൊ ഗ്രേറ്റർ ഏതെഴുതാം നമുക്ക്? 18/16 അല്ല, പിന്നെ ആരാ? 20/60 ആണ് വലുത്. ദാറ്റ് ഈസ് സെക്കൻഡ് ബാഗിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുന്നത് വലുതായിട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എഴുതി വെക്കാം. ഏറ്റവും കൂടുതൽ ഏതാണെന്ന് അവർ ചോദിച്ചാൽ അതാണ് എഴുതുന്നത്. കേട്ടോ? എന്താ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്? ഗെറ്റിംഗ് റെഡ് ഫ്രം വിച്ച് ബാഗ് ഓഫ് ഗ്രേറ്റർ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബേർഡ്സ് മോർ ഇൻ സെക്കൻഡ് ബാഗ്. എങ്ങനെ എഴുതും? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് മോർ ഇൻ സെക്കൻഡ് ബാഗ്. എഴുതിക്കൂടെ? ലാസ്റ്റ് എഴുതി വെക്കണം. ഇവിടെ എഴുതി വെക്കണം കേട്ടാ. താഴെ കിട്ടാത്തത് കൊണ്ട് ഞാൻ മേലിലോട്ട് എഴുതുന്നേ ഉള്ളൂ. എന്താ എഴുതും? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഓർ ഇൻ സെക്കൻഡ് ബാഗ്. എഴുതിയിട്ട് അത് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആയ? ഇത് പല മെത്തേഡിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ്. വേറൊരു മെത്തേഡാണ്.
ഇതിനകത്ത് ഒരു മെത്തേഡ് ഈ മെത്തേഡാണ്. എന്ത് മെത്തേഡാ? LCM എടുത്ത് ചെയ്യുന്ന മെത്തേഡ്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി അത് ഇൻറ്റു ചെയ്യും. 12 × 10 എത്ര വരും? 120. കണ്ട, ഇതിന് ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യും. 12 × 3 എത്രയാ? 36. ഇനി അടുത്ത വീണ്ടും 120 തന്നെ. ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യും. എത്ര കിട്ടും? കഴിഞ്ഞു. 46/120, 40/120. ഏതാ വലുത്? 40/120. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എല്ലാ മെത്തേഡും പറഞ്ഞു തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് ചെയ്യണം. ഇതൊരു മെത്തേഡ്. കട്ട് ചെയ്താൽ പ്രകൃതിയായിട്ട് തന്നെ സംഭവം. 36ന്റെ പകുതി എത്രയാ? 18. 120ന്റെ പകുതി എത്ര? 60. 40ന്റെ പകുതി എത്ര? 120ന്റെ പകുതി എത്ര? ഇതെല്ലാം ഇവിടെ കിട്ടിയിരിക്കും. അല്ല, ഈ മെത്തേഡും ചെയ്യും. ഇവിടം വരെ എഴുതുമ്പോൾ തന്നെ ആൻസറായി. കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയും ചെയ്യാം. ഇത് വേറൊരു സിമ്പിൾ മെത്തേഡ്.